കഴിഞ്ഞ ജൂലൈ 6 നടന്ന ഒരു ക്രിസ്ത്യൻ യുവതിയുടെ കൊലപാതകത്തിൻ്റെ ഞെട്ടലിലാണ് ഇപ്പോഴും അമേരിക്ക. യുവതിയെ കൊലപ്പെടുത്തിയത് മറ്റാരുമല്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ. പോലീസ് ഉദ്യോഗസ്ഥൻ യുവതിക്ക് നേരെ വെടിയുതിർത്തതിൻ്റെ കാരണം കേട്ടാൽ നമ്മൾ ഞെട്ടും. അവൾ യേശുവിൻ്റെ നാമം ഉരുവിട്ടതായിരുന്നു കാരണം. ജൂലൈ 6 സ്പ്രിംഗ്ഫീൽഡിൽ നിന്നും ഒരു കോൾ വന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു പുലർച്ചെ 12:50 പോലീസ് സംഭവസ്ഥലത്തെത്തുന്നത്. സോനിയ മസേ എന്ന ക്രിസ്ത്യൻ യുവതിയായിരുന്നു പോലീസിൻ്റെ എമർജൻസി നമ്പറിലേക്ക് സഹായത്തിനായി വിളിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥനായ ഗ്രേസണും മറ്റൊരു പോലീസുകാരനും സംഭവം അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടേക്കെത്തി. ഗ്രേസണായിരുന്നു സോനിയയുടെ വീടിൻ്റെ വാതിലിൽ മുട്ടിയത്. വാതിൽ വൈകി തുറന്നതു മുതൽ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കുറ്റവാളി എന്നോണം സോനിയയോട് പെരുമാറുകയായിരുന്നു. തുടർന്ന് സോനിയയുടെ ഭവനത്തിൽ ഇയാൾ പ്രവേശിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. എന്തിനാണ് തങ്ങളെ വിളിച്ചതെന്ന പോലീസ് ഉദ്യോഗസ്ഥനായ ഗ്രേസന്റെ ചോദ്യത്തിന് ഒരജ്ഞാതൻ തൻ്റെ വീടിന് പുറത്തുണ്ടായിരുന്നതായി സോനിയ മറുപടി നൽകി. ഈ സമയം അവിടെ നിരീക്ഷിച്ച ഉദ്യോഗസ്ഥർ അവിടെ സംശയാസ്പദമായി ഒന്നും തന്നെ കാണാത്ത സാഹചര്യത്തിൽ മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു. എന്നാൽ അവിടെ നിർത്തിയിട്ട ഒരു കാറുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു കുറ്റവാളിയെ പോലെ സോനിയയെ ഗ്രേസൻ ചോദ്യം ചെയ്തു. ഈ സമയം ഗ്യാസ് സ്റ്റോവിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ച കാര്യമോർത്ത സോനിയ പൊടുന്നനെ അത് ഓഫ് ചെയ്യുന്നതിനായി നീങ്ങിയപ്പോൾ ഗ്രേസൺ ഇവർക്ക് നേരെ തോക്ക് ചൂണ്ടി ഭീഷണി മുഴക്കി. ജീവനെ ഭയന്ന് അവൾ ഈ സമയം യേശുവിൻ്റെ നാമത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നീക്കത്തെ ബന്ധിച്ചു. ഇതിൽ കലിപൂണ്ട ഗ്രേസൺ സോനിയയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് സഹായം അഭ്യർത്ഥിച്ച ഒരാളെയാണ് യാതൊരു പ്രകോപനവുമില്ലാതെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിൻ്റെ നാമം ഉരുവിട്ട തൻ്റെ മകളെ കൊലപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നടപടിയെ സാത്താൻ്റെ പ്രവൃത്തി എന്നായിരുന്നു സോനിയയുടെ പിതാവ് ജെയിംസ് വിൽബൻ വിശേഷിപ്പിച്ചത്.